കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത ആഴ്ചയിലെ പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അലങ്കാരങ്ങളും കേക്കുകളുമായി രാത്രി 12 മണിക്ക് നിധിയെ വിളിച്ചുണർത്തി സർപ്രൈസ് നൽകി അവളുടെ ബർത്ത്ഡേ ആഘോഷമാക്കുകയാണ് സുധീഷ്. അവളും സന്തോഷപൂർവ്വം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും നൽകുകയാ. അകത്തെ ബഹളങ്ങളെല്ലാം കേട്ട് ഭാസ്കരനും ഉറക്കമെണീറ്റ് വരികയാ. നിധിയുടെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞ് അച്ഛൻ അവൾക്കൊരു പാട്ട് പാടി കൊടുക്കുകയാ. അവൾ ഒരു കേക്ക് പീസ് എടുത്ത് അച്ഛന് നൽകുന്നുണ്ടെങ്കിലും താൻ ബാത്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞ് അച്ഛൻ ബാത്റൂമിലേക്ക് പോവുകയാ. ഇങ്ങനെയൊരു ബർത്ത്ഡേ സർപ്രൈസ് തന്നതിൽ സുധീഷിനോട് നിധി താങ്ക്സ് പറയുന്നുണ്ട്. നിധിക്ക് മാത്രം കഴിക്കാനായി താൻ സ്പെഷ്യലായി വാങ്ങിച്ച കേക്ക് കട്ട് ചെയ്യാൻ സുധീഷ് നിധിയോട് പറയുമ്പോഴാണ് ബാത്റൂമിൽ പോയ അച്ഛൻ മടങ്ങിയെത്തുന്നത്. നിലത്തിരിക്കുന്ന കേക്ക് കാണാതെ അച്ഛൻ അറിയാതെ ആ കേക്കിൽ ചവിട്ടുകയാ. ഇത് കാണുന്ന സുധീഷ് നിരാശയോടെയും ദേഷ്യത്തോടെയും അച്ഛന് വഴക്ക് പറയുന്നുണ്ട്. സുഭാഷ് നികേഷിനോട് ആ കേക്കെടുത്ത് പുറത്തു കളയാനായി പറയുമ്പോഴേക്കും സുധീഷിന്റെ സങ്കടം കാണുന്ന നിധിയും തനിക്ക് ഈ കേക്ക് തന്നെ വളരെ ഇഷ്ടമായെന്ന് പറഞ്ഞ് ഒരു പീസ് കേക്ക് കൂടി എടുത്ത് കഴിക്കുക. പിന്നീട് രാവിലെ ആവുമ്പോൾ നിധിയുടെ പിറന്നാളായതിനാൽ സുഭാഷ് ഏട്ടൻ വീട്ടിൽ പായസം ഉണ്ടാക്കുകയും എല്ലാവർക്കും നൽകുകയാ. റൂമിൽ നിറങ്ങി വരുന്ന നിധിക്കും സുഭാഷ് പായസം കൊടുക്കുന്നുണ്ട്. അവൾ സന്തോഷത്തോടു കൂടി പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്കായി ഒരു ഡ്രസ്സ് പോലും വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ വിഷമം പറയുന്നത്. അപ്പോഴാണ് സുധീഷ് താനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെന്നും നിധി അത് സ്വീകരിക്കുമോ എന്നറിയാത്തത് കൊണ്ടാണ് കൊടുക്കാത്തതെന്നും പറയുന്നത്. തനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ, തരാനായി നിധിയും പറയുകയാ. അത് കേൾക്കെ സുധീഷും അവൻ വാങ്ങിച്ച സാരി അവൾക്കെടുത്തു നൽകുകയാ. സാരി കാണുന്ന നിധിയും സൂപ്പർ ആയിട്ടുണ്ടെന്നും തനിക്ക് ഈ കളർ വളരെ ഇഷ്ടമാണെന്നും പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട്. താൻ നൽകിയ ഗിഫ്റ്റ് നിധി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചത് കണ്ട് സുധീഷും സന്തോഷം സഹിക്കാനാവാതെ സുഭാഷേട്ടനെയും ഹരീഷിനെയും നികേഷിനെയും എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി അവൻ വാങ്ങിച്ചു കൊടുത്ത സാരിയും എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സാരിയിൽ അതീവ സുന്ദരിയായ നിധിയെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽപ്പാ സുധീഷും. സാരി വാങ്ങിച്ചു കൊടുത്ത സുധീഷിനോട് തന്നെ അത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ചോദിക്കുകയും താനിന്ന് ആ സാരി ഉടുത്താണ് ഓഫീസിലേക്ക് പോകുന്നതെന്നും നിധി പറയുകയാ. സാരി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്ന സുധീഷ് സന്തോഷം അടക്കാനാവാതെ മുറ്റത്ത് പോയി ഡാൻസ് കളിക്കുകയാ. പിറന്നാളായതുകൊണ്ട് അമ്പലത്തിൽ പോയി വരാനായി നിധിയോടും സുധീഷിനോടും സുഭാഷേട്ടൻ പറയുകയാ. അവൾ നികേഷിനെ കൂടി അമ്പലത്തിലേക്ക് വരാനായി നിർബന്ധിക്കുമ്പോഴേക്കും അവർ 3 പേരും അമ്പലത്തിലേക്ക് പോവുകയാ. അമ്പലത്തിലെത്തിയ നികേഷ് സുധീഷിനും നിധിക്കും തനിച്ച് സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാ. നിധിക്ക് തന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന മട്ടിൽ നേരത്തെ താൻ വാങ്ങിച്ചു നൽകിയ ഡ്രസ്സ് നിധി നിരസിക്കുകയും ഇപ്പോൾ താൻ വാങ്ങിച്ചു നൽകിയ ഡ്രസ്സ് സന്തോഷപൂർവ്വം സ്വീകരിച്ചതിൽ സുധീഷ് അവളോട് താങ്ക്സ് പറയുകയാ. നേരത്തെ താനും സുധീഷും തമ്മിൽ ഒരു റിലേഷനും ഇല്ലായിരുന്നുവെന്നും ഇപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതുകൊണ്ട് സുധീഷ് തന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നും അതുകൊണ്ട് ഫ്രണ്ട് നൽകിയ ഗിഫ്റ്റ് താൻ സന്തോഷത്തോടെ സ്വീകരിച്ചതാണെന്നും നിധിയും പറയുന്നുണ്ട്. ഇത് സുധീഷിനെ വീണ്ടും നിരാശനാക്കുകയാ. അവളുടെ മനസ്സിൽ ഇടം പിടിച്ചുപറ്റാനായി സുധീഷ് അവിടെ ശയന പ്രദക്ഷിണം നടത്തുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തണമെന്ന് കോൾ വരുന്നതോടുകൂടി നിധി തനിച്ചവിടുന്ന് പോവുകയാ. സുധീഷ് ഏട്ടന്റെ കോപ്രായങ്ങളെല്ലാം നിർത്തുന്നതാണ് നല്ലതെന്ന് നികേഷ് അവനെ താക്കീത് നൽകുകയാ. ഓഫീസിലെത്തിയ നിധി ഗോപി സാറിനെ വിളിച്ച് സ്റ്റേഷനിലേക്കുള്ള വഴിയും എപ്പോഴാണ് അങ്ങോട്ട് എത്തേണ്ടതെന്നും ചോദിക്കുന്നുണ്ട്. ഗോപി സാർ വഴി പറഞ്ഞു കൊടുത്ത് എപ്പോൾ വേണേലും വരാമെന്നും താൻ 6 മണി വരെ സ്റ്റേഷനിൽ ഉണ്ടാവുമെന്നും പറഞ്ഞ് കോൾ വെക്കുകയാ. 6 മണിക്കുള്ളിൽ സ്റ്റേഷനിലെത്തണമെന്ന് ഗോപി സാർ പറഞ്ഞതോടുകൂടി പെട്ടെന്ന് തന്നെ നിധി സിദ്ധാർത്ഥിനോട് ലീവ് ചോദിക്കുകയാ. വാമനപുരത്തേക്ക് തന്റെ റിലേറ്റീവിനെ കാണാനാണ് നിധി പോകുന്നതെന്നറിഞ്ഞ സിദ്ധാർത്ഥ് തനിക്കും വർക്കിന്റെ ആവശ്യത്തിനായി വാമനപുരം വരെ പോവാനുണ്ടെന്നും നിധിക്കും ലിഫ്റ്റ് നൽകാമെന്നും പറയുന്നുണ്ട്. താൻ ബസ്സിൽ പോയിക്കോളാമെന്ന് പറഞ്ഞ് നിധി അത് നിരസിക്കുന്നുണ്ടെങ്കിലും വീണ്ടും സിദ്ധാർത്ഥ് നിർബന്ധിക്കുന്നതോടുകൂടി അവൾ അവന്റെ കൂടെ കാറിൽ യാത്ര തിരിക്കുകയാ. അവിടെ കിളിക്കൂട്ടിൽ നിധിയുടെ ബർത്ത്ഡേ ഗംഭീരമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ വീടെല്ലാം അലങ്കരിച്ചു കൊണ്ടിരിക്കുക സുധീഷും നികേഷും. ഒരു പ്രണയഗാനമെല്ലാം വെച്ച് കാറിൽ നിധിയോടൊപ്പം യാത്ര ചെയ്യുന്ന സിദ്ധാർത്ഥ് അവളുടെ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയുമെല്ലാം അവളോട് ചോദിക്കുകയാ. വിദേശത്ത് പോയി പഠിക്കണമെന്നും ഒരു നല്ല ജോലി ചെയ്യണമെന്നുമൊക്കെ ആഗ്രഹിച്ചാണ് താൻ ആർക്കിടെക്ചർ പഠിച്ചിറങ്ങിയതെന്നും വീട്ടുകാർ അതിനെ എതിർത്തെങ്കിലും അവരുടെ വാക്കു കേൾക്കാതെയാണ് താൻ തിരുവനന്തപുരത്ത് ജോലിക്ക് ചേർന്നതെന്നും അവർക്ക് തന്നോട് ദേഷ്യമാണെന്നും അതുകൊണ്ട് താൻ വീട്ടിലേക്കൊന്നും പോവാറില്ലെന്നും നിധിയും പറയുന്നുണ്ട്. വാമനപുരത്തേക്ക് പോകുന്നതും റിലേറ്റീവിനെ കാണാനാണോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കേ അതെ എന്നും താൻ റിലേറ്റീവിന്റെ വീട്ടിലേക്കല്ലെന്നും അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണെന്നും തന്റെ റിലേറ്റീവ് ഒരു കോൺസ്റ്റബിൾ ആണെന്നും നിധി പറയുന്നുണ്ട്. താനും തന്റെ ഫ്രണ്ടും ലോൺ എടുത്താണ് ഈ കമ്പനി തുടങ്ങിയതെന്നും അച്ഛൻ ബിസിനസ് തുടങ്ങാനായി തരാമെന്ന് പറഞ്ഞ ഫണ്ട് നിരസിച്ചാണ് തങ്ങൾ ഈ കമ്പനി തുടങ്ങിയതെന്നും അതുകൊണ്ട് തന്റെ അച്ഛനും തന്നോട് ഇഷ്ടക്കേടുണ്ടെന്നും സിദ്ധാർത്ഥ് പറയുമ്പോഴാണ് നിധിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് അവളുടെ ഫ്രണ്ട് വിളിക്കുന്നത്. അവളുടെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞ സിദ്ധാർത്ഥ് വഴിയിൽ വണ്ടി നിർത്തി
ഒരു ചെറിയ കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്ത് അവൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുകയാ. പിന്നീട് സിദ്ധാർത്ഥ് അവളെ സ്റ്റേഷനിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ടെങ്കിലും താൻ ഗോപി സാറിനോട് ബസ്സിൽ വരാമെന്നാണ് പറഞ്ഞതെന്നും കാറിൽ വരുന്നത് കണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാമെന്നും അതുകൊണ്ട് തന്നെ വഴിയിൽ ഇറക്കിയാൽ മതിയെന്നും നിധി പറയുന്നുണ്ട്. അത് സമ്മതിച്ച് സിദ്ധാർത്ഥം അവളെ വഴിയിലൊരിടത്തിറക്കി. അവൾ തിരിച്ചിറങ്ങുന്ന സമയമെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഇറങ്ങുമ്പോൾ തന്നെ വിളിക്കണമെന്നും താൻ വന്ന് ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുകയാ. അവളത് സ്നേഹപൂർവ്വം നിരസിക്കുന്നുണ്ടെങ്കിലും തിരിച്ചും താൻ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞ് സിദ്ധാർത്ഥ് തന്റെ കാറുമായി അവിടുന്ന് പോവുകയാ. പിന്നീട് സ്റ്റേഷനിലെത്തുന്ന നിധി ഗോപി സാറിനെ കണ്ട് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു വിളിച്ചതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. താനും സുധീഷും സെറ്റാവില്ലെന്ന് നിധി പറയേ വളരെ കഷ്ടപ്പെട്ടാണ് ആ കല്യാണം നടത്തിയതെന്നും സുധീഷ് ടോർച്ചർ ചെയ്തോ അതോ വീട്ടുകാർ ഉപദ്രവിച്ചോ എന്നെല്ലാം ഗോപി പോലീസും ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല കാരണമെന്ന് നിധി പറയേ നിധിയുടെ വീട്ടിൽ നിന്ന് ഡിവോഴ്സ് ചെയ്യാനായി പ്രഷർ ചെയ്യുന്നുണ്ടോ എന്ന് ഗോപി പോലീസ് വീണ്ടും ചോദിക്കുക. അതൊന്നുമല്ലെന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നും ഡിവോഴ്സിന്റെ കാര്യം ആരാ സാറിനെ വിളിച്ച് പറഞ്ഞതെന്നും നിധി ചോദിക്കുക. സാർ അതിന് മറുപടി പറയാതെ ഉരുണ്ടുകളിക്കുമ്പോഴേക്കും CI അങ്ങോട്ട് വരുന്നുണ്ട്. CI കാര്യം എന്താണെന്ന് ചോദിക്കേ അന്ന് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തി കൊടുത്ത പെൺകുട്ടിയാണെന്നും ഇപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും ഗോപി പോലീസ് പറയുന്നുണ്ട്. ഡിവോഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി CI പലതും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ സെറ്റാവില്ലെന്ന് നിധി വീണ്ടും തീർത്തു പറയുകയാ. ഡിവോഴ്സ് ആഗ്രഹിക്കുന്നത് നിധി മാത്രമാണെന്നും സുധീഷ് നിധിയോടൊത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഗോപി പോലീസ് CIയോട് പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് CI നിധിയോട് എന്തിനാണ് സ്റ്റേഷനിലേക്ക് വന്നതെന്ന് ചോദിക്കുക. താൻ ഡിവോഴ്സ് ഫയൽ ചെയ്ത ഉടനെ തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ഗോപി സാറിന്റെ വിളി എത്തിയെന്നും സാർ അതെങ്ങനെ അറിഞ്ഞെന്ന് അറിയില്ലെന്നും ഇനി അഡ്വക്കേറ്റ് പറഞ്ഞതാകാമോ അതോ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നാൽ ഡിവോഴ്സ് വാങ്ങാൻ പാടില്ലെന്ന് നിയമമുണ്ടോ എന്നൊക്കെ നിധി CIയോട് ചോദിക്കുക. അങ്ങനെ ഡിവോഴ്സിന് അഡ്വക്കേറ്റിനെ വിളിച്ചു പറയേണ്ട ഫോർമാലിറ്റി ഒന്നും ഇല്ലെന്നും എവിടെ വെച്ച് കല്യാണം നടന്നാലും ഒരുമിച്ച് ജീവിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണെന്നും CI പറയുകയാണ്. ഗോപി സാറിനോട് ആരാണ് ഡിവോഴ്സ് കാര്യം പറഞ്ഞതെന്ന് അറിയാനാണ് നിധി അത്രയും ദൂരം താണ്ടി അങ്ങോട്ട് എത്തിയതെന്നറിഞ്ഞ് CI ഗോപി പോലീസിനെ വഴക്കു പറയുകയാ. സുധീഷ് തന്നെ കാണാൻ വന്നിരുന്നെന്നും ഡിവോഴ്സിന് അവന് താല്പര്യമില്ലെന്നും തന്റെ വൈഫിനെ കണ്ടൊന്ന് സംസാരിക്കാമോ എന്ന് സുധീഷ് പറഞ്ഞതുകൊണ്ടാണ് താൻ നിധിയെ വിളിച്ചതെന്നും ഗോപി പോലീസ് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടതിന് ഗോപി പോലീസിനെ വഴക്കു പറഞ്ഞ് എന്ത് തീരുമാനമെടുക്കുമ്പോഴും ആലോചിച്ചെടുക്കണമെന്ന് നിധി ഉപദേശിച്ച് അപ്പോഴും സുധീഷ് ഗോപി സാറിനെ കാണാനെത്തിയത് വിശ്വസിക്കാനാവാതെ നിൽപ്പാൻ നിധിയും. വീണ്ടും അവൾ ഗോപി സാറിനോട് സുധീഷ് കാണാൻ വന്നോ എന്ന് അന്വേഷിക്കെ അവനൊരു പാവമാണെന്നും തന്റെ അനിയനെ പോലെയാണ് അവനെ കാണുന്നതെന്നും ഈ കാര്യം പറഞ്ഞ് തന്നെ കാണാനെത്തി അവന്റെ വിഷമം സഹിക്കാൻ കഴിയാതെ അവന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് താൻ നിധിയെ വിളിച്ചതെന്നും ഇങ്ങനെയുള്ള പയ്യന്മാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നും സുധീഷ് ഒരു നല്ല പയ്യനാണെന്നും ഡിവോഴ്സ് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അത് തനിക്കും സന്തോഷമാവുമെന്നും ഗോപി പോലീസ് പറയുന്നുണ്ട്. യാത്ര പറഞ്ഞു പോവാൻ തുടങ്ങിയ നിധിയുടെ മനസ്സിലേക്ക് വീണ്ടും ആ സംശയം വന്നെത്തുകയാ. അവൾ വീണ്ടും ഗോപി സാറിന്റെ അരികിലേക്ക് ചെന്ന് താൻ വീട് വിട്ടിറങ്ങിയ സമയത്ത് തന്റെ കയ്യിൽ ID പ്രൂഫ് ഒന്നും ഇല്ലായിരുന്നുവെന്നും ID പ്രൂഫ് ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ എന്നും ചോദിക്കുക. അപ്പോഴാണ് അവളെ ഞെട്ടിക്കുന്ന ആ സത്യം ഗോപി പോലീസ് പറയുന്നത്. സുധീഷ് അവന്റെ മൊബൈലിൽ അവളുടെ ആധാർ കാർഡ് കാണിച്ചെന്നും അത് വെച്ചാണ് കല്യാണം രജിസ്റ്റർ ചെയ്തതെന്നും സാറ് പറയുന്നത് കേൾക്കെ നിധിക്കും ആകെ ഷോക്ക് ആവുകയാ. പിന്നീട് സാറിനോട് യാത്ര പറഞ്ഞിറങ്ങിയ നിധി റോഡിലൂടെ നടക്കുമ്പോഴും അന്ന് കല്യാണം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. ഒരു കള്ള കല്യാണമാണെന്ന് പറഞ്ഞ് അന്ന് അച്ഛന്റെയും ചേട്ടന്റെയും മുന്നിൽ വെച്ച് അവൻ തന്റെ കഴുത്തിൽ താലി കെട്ടിയതും ആധാർ കാർഡില്ലാതെ പല സ്ഥലങ്ങളിലും ചുറ്റിത്തിരിയേണ്ടി വന്നതുമൊക്കെ നിധിയുടെ മനസ്സിൽ അവനോടുള്ള ദേഷ്യം ഇരച്ചു കയറുകയാ. അപ്പോഴാണ് സിദ്ധാർത്ഥ് അവളുടെ അരികിൽ കാറ് കൊണ്ടുവന്ന് നിർത്തുന്നത്. സിദ്ധാർത്ഥ് കാറിൽ കയറാൻ പറയുമ്പോഴേക്കും നിധി താൻ ബസ്സിൽ പോയിക്കൊള്ളാമെന്ന് പറയുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥ് വീണ്ടും നിർബന്ധിക്കുന്നതോടെ നിധി അവന്റെ കൂടെ കാറിലേക്ക് കയറുകയാ. കാറിലുള്ള ആ യാത്രക്കിടയിലും സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നതും അന്ന് സ്റ്റേഷനിൽ പോയി മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച കാര്യങ്ങളുമെല്ലാം നിധി സങ്കടത്തോടെ ഓർത്തെടുക്കുകയാ. നിധിയുടെ ടെൻഷനോടെയുള്ള ഇരിപ്പ് കണ്ട് സിദ്ധാർത്ഥ് കാര്യം ചോദിക്കുന്നുണ്ട്. താൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നതും കസിന്റെ വീട്ടിൽ താമസിക്കുന്നതുമൊന്നും തന്റെ പാരന്റ്സിന് ഇഷ്ടമല്ലെന്നും അക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം റിലേറ്റീവിനോട് സംസാരിച്ചപ്പോൾ മൂഡ് ഔട്ട് ആയതാണെന്നും നിധി പറയുന്നുണ്ട്. അവിടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറാനായി സിദ്ധാർത്ഥ് അവളെ ഉപദേശിക്കുകയാ. അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് തന്നെ ആധാർ കാർഡ് എടുക്കാൻ കൂട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം നിധി ഓർത്തെടുക്കുകയാ. സിദ്ധാർത്ഥ് തുടർന്നും പല കാര്യങ്ങളും നിധിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും തന്നെ ചതിച്ച സുധീഷിന്റെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അവിടെ സുധീഷും ഹരീഷും നികേഷും എല്ലാം നിധിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാ. വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അവർ നിധിയെ കാത്തിരിക്കുകയാ. അപ്പോഴാണ് സിദ്ധാർത്ഥ് നിധിയെയും കൊണ്ട് കാറിൽ അങ്ങോട്ട് വരുന്നത്. സിദ്ധാർത്ഥ് കൊണ്ടുവിട്ടത് സുധീഷിന് ഇഷ്ടമാവുന്നില്ലെങ്കിലും അവൻ സന്തോഷം അഭിനയിച്ച് അവരുടെ മുന്നിൽ നിൽക്കുകയാ.
സത്യങ്ങളെല്ലാം അറിഞ്ഞ നിധിയുടെ മനസ്സിലും സുധീഷിനോടുള്ള ദേഷ്യം ഇരച്ചു കയറുകയാ. പിന്നീട് നിധി സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്യുകയും സിദ്ധാർത്ഥ യാത്ര പറഞ്ഞിറങ്ങുകയും ചെയ്യുന്നു. പിന്നീട് നിധിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നീതുവും ചാന്ദിനിയും അവിനാശുമെല്ലാം അങ്ങോട്ടെത്തുകയാ. നീതുവും ചാന്ദിനിയുമെല്ലാം നിധിക്ക് ഗിഫ്റ്റ് നൽകുന്നുണ്ട്. അവരോട് സന്തോഷത്തോടെ സംസാരിക്കുന്നതിനിടയിലും നിധി ദേഷ്യത്തോടെ സുധീഷിനെയും നോക്കുകയാ. നിധിക്ക് ഇന്ന് സന്തോഷമുള്ള ദിവസമാണെന്നും അവളെ ഒരു ഡ്രൈവിന് കൂട്ടിക്കൊണ്ടുപോയി ഇന്ന് തന്റെ പ്രണയം അവളോട് തുറന്നു പറയണമെന്നും സുധീഷ് നികേഷിനോടും ഹരീഷിനോടും പറയുന്നുണ്ട്. അപ്പോഴാണ് നിധിയും അങ്ങോട്ട് വന്ന് തന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിക്കുന്നത്. അത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയാ. അവൻ ബൈക്കിൽ പോവാനായി തുടങ്ങുന്നുണ്ടെങ്കിലും സ്കൂട്ടി എടുത്തു പോവാമെന്ന് പറഞ്ഞ് നിധി തന്നെ അത് ഓടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാ. യാത്രക്കിടയിൽ സുധീഷ് പല കാര്യങ്ങളും നിധിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നിധി അതൊന്നും ശ്രദ്ധിക്കാതെ ദേഷ്യത്തോടെ വണ്ടി ഓടിക്കുകയാ. അങ്ങനെ അവർ രണ്ടുപേരും ബീച്ചിലെത്തുകയാ. തിരമാലയും നോക്കി നിൽക്കുകയായിരുന്ന നിധിയുടെ മനസ്സിലേക്ക് സുധീഷ് തന്റെ മൊബൈലിലെ ആധാർ കാർഡ് കാണിച്ചാണ് വിവാഹം രജിസ്റ്റർ ചെയ്തതെന്ന് ഗോപി പോലീസ് പറഞ്ഞ വാക്കുകളെല്ലാം ഓടിയെത്തുകയാ. സുധീഷും സന്തോഷത്തോടുകൂടി തന്റെ മനസ്സിലെ പ്രണയം പറയാൻ തുടങ്ങുകയാ. അവൻ അവളുടെ അരികിലേക്ക് ചെന്ന് ഒരു ബൊക്കെ നൽകി, എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ്. ഈ കല്യാണം സത്യമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ലവ് യു നിധി എന്ന് പറയുന്നതും നിധി പുഞ്ചിരിയോടെ ആ ബൊക്കെ വാങ്ങുന്നതുമെല്ലാം അവൻ സ്വപ്നം കാണുകയാ. സ്വപ്നത്തിൽ നിന്നുണരുന്ന അവൻ നിധിയുടെ അരികിലേക്ക് ചെന്ന് തനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാ. തനിക്കും സുധീഷിനോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അതിനുവേണ്ടിയായി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് നിധിയും. നിധി തന്നെ പ്രപ്പോസ് ചെയ്യുകയാണെന്ന സന്തോഷത്തിൽ സുധീഷ് നിൽക്കുമ്പോഴാണ് സുധീഷിന് എന്താ പറയാനുള്ളതെന്ന് നിധി ചോദിക്കുന്നത്. നിധി ആദ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അവൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും നിധി വീണ്ടും നിർബന്ധിക്കുന്നതോടുകൂടി സുധീഷ് നിധിയോടുള്ള തന്റെ പ്രണയം തുറന്നു പറയുകയാ. നിധിയില്ലാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്നും നിധിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഡിവോഴ്സ് വേണ്ടെന്നും സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും മിണ്ടാതെ നിൽപ്പാ. സുധീഷ് എന്നെ പ്രണയിക്കുന്നുവെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് നിധി ചോദിക്കേ, നിധിയെ കണ്ട നാൾ തൊട്ടേ തനിക്ക് പ്രണയം തുടങ്ങിയെന്നും പിന്നീട് ഒരുമിച്ചപ്പോൾ നിധിയോടുള്ള പ്രണയം സ്ട്രോങ് ആയെന്നും നിധിക്കും തന്നെ ഇഷ്ടമാണെന്നാണ് താൻ കരുതുന്നതെന്നും സുധീഷ് പറയുന്നുണ്ട്. അതുകൾക്ക് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എനിക്ക് സുധീഷിനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സുധീഷിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമെങ്കിലും പറഞ്ഞുതാ എന്ന് നിധി ചോദിക്കേ, ഇഷ്ടമില്ലാത്ത കല്യാണം മുടക്കി തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ ഞാൻ നിധിയെ സഹായിച്ചില്ലേ എന്ന് സുധീഷും അങ്ങനെ ഒരു സഹായത്തിന് താൻ താങ്ക്സ് പറയുന്നുവെന്നും സുധീഷിനെ പോലെയുള്ള ഒരു ഫ്രോഡിനെ എങ്ങനെ പ്രണയിക്കുമെന്നും നിധി ചോദിക്കുന്നുണ്ട്. ഫ്രോഡോ എന്ന് സുധീഷ് ചോദിക്കേ, താനിന്ന് ഗോപി പോലീസിനെ കാണാൻ പോയിരുന്നുവെന്നും ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കറക്റ്റ് സമയത്ത് തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാറിന്റെ വിളിയെത്തിയപ്പോൾ തന്നെ തനിക്ക് സംശയം തോന്നിയതാണെന്നും അതുകൊണ്ടാണ് സാറിനെ കാണാൻ പോയതെന്നും സുധീഷിന്റെ നാടകമെല്ലാം തനിക്ക് മനസ്സിലായെന്നും ഗോപി സാർ എല്ലാ കാര്യങ്ങളും തന്നോട് തുറന്നു പറഞ്ഞെന്നും സുധീഷ് അല്ലേ ഗോപി സാറിനെ പോയി കണ്ട് ആ ഡിവോഴ്സിന്റെ കാര്യം അറിയിച്ചത്. രണ്ടാമത്തെ തവണയാ ഈ കാര്യവും പറഞ്ഞ് സുധീഷ് ഗോപി സാറിനെ കാണുന്നത്. നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടല്ലേ ഗോപി സാർ എന്നെ വിളിച്ച് ഡിവോഴ്സ് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞത് എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷും പറയുന്നുണ്ട്, എനിക്ക് നിധി ഒരുപാട് ഇഷ്ടമായിരുന്നു. നിധിയെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവുമായിരുന്നില്ല. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ നിധി അതനുസരിക്കുമെന്ന് കരുതി എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെ, ഐഡിയ ഇല്ലാതെ കല്യാണം നടന്നെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ചതിച്ചില്ലേ. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലേ. അവിടെ വെച്ചൊരു നാടകം കളിച്ച് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടി. നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരുന്ന എന്റെ ആധാർ കാർഡ് നൽകി വിവാഹം രജിസ്റ്റർ ചെയ്തു. നിങ്ങൾ എന്നെ പ്ലാൻ ചെയ്ത് ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ നിധി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും നിധിക്ക് സൂര്യയുമായുള്ള കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതുകൊണ്ടാ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വരുന്ന വഴി നിധി ആ സൂര്യയുടെ കോൾ അറ്റൻഡ് ചെയ്തതുകൊണ്ടാ അച്ഛനെല്ലാം അറിഞ്ഞത്. അങ്ങനെ നിധിയുടെ അച്ഛൻ ഗുണ്ടകളെയും കൂട്ടി നമ്മളെ അന്വേഷിച്ചിറങ്ങി. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നിധിയെയും കൂട്ടി ഞാൻ സ്റ്റേഷനിലേക്ക് പോയത്. ഇതൊക്കെ എനിക്കെങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിയും എന്നൊക്കെ സുധീഷ് ടെൻഷനോടെ ചോദിക്കേ, കഥയുണ്ടാക്കി പറയാൻ സുധീഷ് മിടുക്കനാണല്ലോ എന്ന് നിധിയും. സുധീഷിന് പ്ലാൻ ഒന്നുമില്ലായിരുന്നു. പിന്നെ ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ വിവാഹം നടന്നു? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സ്വാർത്ഥനാവാൻ കഴിഞ്ഞു? നിങ്ങൾ ഇതുവരെ പറഞ്ഞ കള്ളങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല. ആധാർ കാർഡ് സുധീഷിന്റെ ഫോണിലുണ്ടായിട്ടും പല ഹോസ്റ്റലുകളിലും കയറിറങ്ങി. അന്നൊക്കെ ആധാർ കാർഡ് കയ്യിലില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ നിധി ചോദിക്കേ, ആധാർ കാർഡിന്റെ കാര്യം താൻ മറന്നുപോയിരുന്നുവെന്ന് സുധീഷും. അതെങ്ങനെ മറക്കും? സ്റ്റേഷനിൽ വെച്ച് ആധാർ കാർഡിന്റെ കാര്യം നിങ്ങൾ മറന്നില്ലല്ലോ. എന്നെ കല്യാണം കഴിക്കുക എന്നത് നിങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ആധാർ കാർഡ് കാണിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഇവിടെ താമസിപ്പിച്ചു. റിസപ്ഷൻ നടത്തി ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. ഹോസ്റ്റലിൽ താമസിക്കാൻ പോകുമെന്ന് അറിഞ്ഞല്ലേ നിങ്ങൾ ആധാർ കാർഡ് ഉള്ള കാര്യം മറച്ചു വെച്ചത്. ഞാൻ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്തത് എന്ന് നിധി ചോദിക്കെ, ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് നിധിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സുധീഷും.
ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് ഒരു നല്ല ജോലി നേടിയെടുത്ത് ആഗ്രഹിച്ച പോലെ ജീവിക്കാനാ. അതിന് തടസ്സം നിന്നത് നിങ്ങളാ. നിങ്ങളുടെ ഭാര്യയായി നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് കരുതിയല്ലേ നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തത്. ID പ്രൂഫ് ഇല്ലാതെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് ചോദിച്ചതാ. അപ്പോഴൊക്കെ ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ എന്നോട് സംസാരിച്ചു. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ എത്ര സ്ഥലത്താ ഞാൻ ആധാർ കാർഡ് ഇല്ലാതെ വിഷമിച്ചത്. ഒരു ID പ്രൂഫും ഇല്ലാതെ പല സ്ഥലങ്ങളിലും ഞാൻ അപമാനിതയായി. എല്ലാം കണ്ട് ഒരു കുറ്റബോധവുമില്ലാതെ രസിക്കുകയായിരുന്നില്ലേ നിങ്ങൾ. പുതിയ ആധാർ കാർഡ് എടുത്തു തരാനൊക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു നിങ്ങൾക്ക് എന്നൊക്കെ സുധീഷ് പറയെ. നിധിയെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെയെല്ലാം ചെയ്തതെന്ന് സുധീഷും. സഹായിക്കണമെങ്കിൽ ആധാർ കാർഡ് തരികയാ വേണ്ടിയിരുന്നത്. ആധാർ കാർഡ് ഇല്ലാതെ വിഷമിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ അത് ചെയ്തില്ല. നിങ്ങൾ ചെയ്തത് കൊടും ചതിയാ എന്ന് നിധി പറയുന്നുണ്ട്. എന്നെ മാത്രമല്ല ആ ഗോപി പോലീസിനെയും നിങ്ങൾ പറ്റിച്ചില്ലേ. നിങ്ങൾ ഒരു നല്ലവനാണെന്ന് കരുതി ആ ഗോപി പോലീസ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു. നിങ്ങളൊരു പക്കാ ക്രിമിനലാ. നിങ്ങളെ പോലെ ഒരു ക്രിമിനലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച്, ഇത്രയ്ക്ക് മോശപ്പെട്ടവനാണോ നീ? പറയടോ. സ്റ്റേഷനിൽ അന്ന് കല്യാണം എന്ന ഓപ്ഷൻ പറഞ്ഞത് നീ തന്നെയല്ലേ എന്നവൾ ചോദിക്കെ, സത്യമായിട്ടും അല്ല നിധി. അന്ന് സ്റ്റേഷനിൽ അവർ നമ്മൾ ലവേഴ്സ് ആണെന്ന് കരുതി. അവരങ്ങനെ വിചാരിച്ചപ്പോ ഞാനും അത് തടഞ്ഞില്ല. അതങ്ങനെയല്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിധിയുടെ അച്ഛൻ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അത് തടയാൻ വേണ്ടിയാ അവർ ലവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടും ഞാൻ അത് സമ്മതിച്ചത്. അവരെന്നോട് നിധിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് എനിക്കും ഒരു ഷോക്കായിരുന്നു. നിധിയെ രക്ഷിക്കാൻ അന്ന് എനിക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. നിധി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഇയാളുടെ ആധാർ കാർഡ് കയ്യിലുള്ള കാര്യവും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ധൃതിയിൽ ആ ആധാർ കാർഡ് എടുത്തു കൊടുത്തതുപോലും എനിക്കിപ്പോ ഓർമ്മയില്ല എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെ അവന്റെ ഷർട്ടിലെ പിടിവിട്ട് അവനെ തള്ളി മാറ്റുകയാ. സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, അന്ന് നമ്മുടെ കല്യാണം നടന്നില്ലായിരുന്നുവെങ്കിൽ നിധിക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റുമായിരുന്നു. നിധിക്ക് ഇഷ്ടപ്പെട്ട ജോലിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിധിയുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് നിധിയുടെ വീട്ടുകാർ അടങ്ങിയിരിക്കുന്നത്. കല്യാണം നടക്കാതിരുന്നെങ്കിൽ അവരുറപ്പായും നിധിയെ തിരുവനന്തപുരത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു പോയേനെ. എന്നെ മാത്രം കുറ്റപ്പെടുത്താതെ ഇതെല്ലാം ഒന്ന് ആലോചിച്ചു നോക്ക് നിധി എന്ന് അവൻ പറയുന്നുണ്ട്. നിധിയും ദേഷ്യം അടക്കാനാവാതെ പറയുക, നീ കുറ്റവാളി തന്നെയാ എന്ന്. സുധീഷും കണ്ണു നിറഞ്ഞ് അവളെ തന്നെ നോക്കി നിൽക്കെ നിധി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും കള്ളമായിരുന്നു. നിന്നെപ്പറ്റി, നിന്റെ കുടുംബത്തെപ്പറ്റി, നിന്റെ വീടിനെ പറ്റി, നിന്റെ ജോലിയെപ്പറ്റി എല്ലാം നുണകളായിരുന്നു പറഞ്ഞത്. ആധാർ കാർഡ് കയ്യിലുണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞത് ഏറ്റവും വലിയ നുണ. ഇങ്ങനെ വാ തുറന്നാൽ നുണകൾ മാത്രം പറഞ്ഞ് എന്നെ ചതിച്ചു. ഇനിയും എന്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. നിന്റെ അടുത്ത് നിൽക്കാൻ തന്നെ നാണക്കേട് തോന്നുന്നു. എന്നിട്ടും നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു. നിന്നെ പോലൊരു ഫ്രോഡിനെ ആരിഷ്ടപ്പെടാനാ? നിന്നെ ഇനിയും ഞാൻ പ്രണയിക്കണമെന്നാണോ? എനിക്ക് നിന്നോട് അല്പമെങ്കിലും ഉണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും എല്ലാം പോയി കിട്ടി. ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായത്തിനും നന്ദി. നിന്നെപ്പോലൊരുത്തനെ ഒരിക്കലും ഞാൻ പ്രണയിക്കില്ല. നമ്മൾ തമ്മിൽ പ്രണയിച്ച് ഈ കല്യാണം സത്യമാക്കാമെന്ന് സ്വപ്നത്തിൽ പോലും നീ ചിന്തിക്കേണ്ട. തിരുവനന്തപുരത്ത് വന്നതിനു ശേഷം ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ലത് നിന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നതാണ്. ഡിവോഴ്സ് കഴിഞ്ഞാൽ നിന്റെ അടുത്തേക്ക് പോലും ഞാൻ വരില്ല. നിന്നെ കൊല്ലാനാണ് എനിക്കിപ്പോ തോന്നുന്നത്. എന്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പോ എന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുകയാ. സുധീഷും വിഷമത്തോടെ നിധി എന്ന് വിളിച്ച് അവളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും നിധി ദേഷ്യത്തോടെ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. പുറകെ സുധീഷും. അവർ വീട്ടിലെത്തുമ്പോഴേക്കും സുഭാഷും ഹരീഷും നികേഷുമെല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നിധി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നടന്നു നീങ്ങി അവളുടെ റൂമിൽ കയറി വാതിലടക്കുകയാ. സുധീഷിനോട് അവർ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷും ഒന്നും പറയുന്നില്ല. ഏട്ടത്തിയോട് പ്രണയം തുറന്നു പറഞ്ഞോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതിനുള്ള സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാവരോടും ഉറങ്ങാനായി പറയുക സുധീഷ്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. നിധി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് സങ്കടത്തോടെ ഉറങ്ങാതെ കിടക്കുകയാണ് സുധീഷ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.